ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥിന് എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഓഫീസിനകത്ത് ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന പണിയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങൾ കാണണം. എന്താണ് വർക്കിംഗ് ടൈമിൽ ഡെപ്യൂട്ടി മേയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് ആ ദൃശ്യം തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. മുൻകൂട്ടി കൺഗ്രാജുലേഷൻ. കണ്ടല്ലോ, കുറെ ഓൺലൈൻ മഞ്ഞക്കാർ ഈ ഓഫീസുകളിൽ കയറി നിരങ്ങുകയാണ്. അവിടെ പോയി റീൽസ്, ഫോട്ടോഷൂട്ട്, ജന്മദിനത്തിന് മുൻകൂട്ടി ആശംസകൾ, ഇതൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. നഗരത്തിൽ മാലിന്യ പ്രശ്നം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടക്കാത്തതിന്റെ പേരിൽ നഗരം പനിച്ചെരിച്ച അവസ്ഥയിലാണ്. ഡെങ്കിപ്പനി, ഷിഗല്ല തുടങ്ങി പല രോഗങ്ങളും തലസ്ഥാന നഗരത്തിൽ പടർന്നു പിടിക്കുമ്പോൾ ഓൺലൈൻ മഞ്ഞക്കാരെ വിളിച്ച് റീൽസ്, ഫോട്ടോഷൂട്ടിലാണ് കൂടുതൽ ശ്രദ്ധ. എങ്ങനെ നഗരം വൃത്തിയാകും? ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചും അതിന്റെ മുന്നിൽ അഭിനയിച്ചും പ്രവർത്തികൾക്കപ്പുറം വീഡിയോസ് ചിത്രീകരിച്ച് എന്തോ ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ നടക്കുന്നത് വീഡിയോ, ഫോട്ടോഷൂട്ടും എവിടെയൊക്കെയോ ചില പൊളിക്കലുകളും. അതിനപ്പുറത്തേക്ക് ഒരു പണിയും എടുക്കാതെ റീൽസിന്റെ ആലോചനകളും റീൽസുമായി ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ടുകാരെ അണിനിരത്തി ഫുൾ ടൈം ഓഫീസിനകത്ത് വിളിച്ചിരുത്തി ചെയ്യേണ്ട പണികളൊന്നും എടുക്കാതെ ഇവരോട് കിന്നരിക്കാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇതൊന്നും ആരും ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു നഗരത്തിലെ ജനം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിലല്ല. ഈ അടുത്ത ദിവസമാണ് ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞത്, തലസ്ഥാന നഗരമാണ് ഏറ്റവും വലിയ പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന നഗരം. കാര്യം, മഴയെങ്ങാനും പെയ്താൽ ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ട് നേരത്തെ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അത്തരം കാര്യങ്ങളിലേക്ക് തിരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നഗരത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് വലിയ പകർച്ചവ്യാധികളാണെന്ന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും ഡെപ്യൂട്ടി മേയർക്കൊക്കെ ഉള്ളിൽ എപ്പോഴും റീൽസ് ആണ്. കാര്യം, ഒരു അധികാരം കിട്ടി അതങ്ങ് ആഘോഷിക്കുകയാണ്. അല്ലാതെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാം? കാര്യം, 5 വർഷം നിങ്ങൾക്ക് അവസരം തന്നത് റീൽസ്, ഫോട്ടോഷൂട്ടിലൂടെ നിങ്ങളുടെ സൗന്ദര്യം കാണാനല്ല, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്കും അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാനാണ്. അവിടങ്ങളിലാണ് കൺഗ്രാജുലേഷൻ മേടിക്കാനൊക്കെ ഓൺലൈൻ മഞ്ഞക്കാരെ അണിനിരത്തി അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. മേയറുടെ ഓഫീസിലും സ്ഥിതി വ്യത്യാസമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് ചെയ്യുന്ന പ്രവർത്തികൾക്ക് മുഴുവൻ ക്യാമറ, ഫോട്ടോഷൂട്ട്? അവർ റീൽസ് എടുക്കുന്നത് അവരുടെ ഏതെങ്കിലുമൊക്കെ ഒഴിവുവേളകളിൽ എടുക്കുന്നതൊന്നും പ്രശ്നമൊന്നും അല്ല. പക്ഷേ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണ് ഡെപ്യൂട്ടി മേയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ ദൃശ്യം ആ ദുരിതാവസ്ഥയിലിരുന്ന് അവർ സന്തോഷത്തോടെ കാണണം. മുൻകൂട്ടി കൺഗ്രാജുലേഷൻ. കണ്ടില്ലേ, എന്താണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അവർ നേടിയെടുത്ത പേര് എന്ന് പറഞ്ഞാൽ പുട്ടി മേയർ എന്നായി. കാര്യം, ആ ഒരു പദവിയുടെ പേര് തന്നെ പുട്ടി എന്ന രീതിയിൽ നാട്ടുകാർ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ മിടുക്കല്ലാതെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു മഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തലസ്ഥാന നഗരത്തിലെ അവസ്ഥ എന്താകും? പലയിടങ്ങളിലും ഇപ്പോഴും മാലിന്യം ഒരു ഗുരുതര പ്രശ്നമായി നിൽക്കുമ്പോൾ അതിന്റെ പിന്നാലെ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാതെ റീൽസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഓൺലൈൻ മഞ്ഞക്കാരെ ഓഫീസിൽ നിർത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഡെപ്യൂട്ടി മേയർ പ്രാധാന്യം നൽകുന്നതെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. മുൻകൂട്ടി കൺഗ്രാജുലേഷൻ.